ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഇല്യൂഷൻ ആർട്ടാണ് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ലാസ്റ്റ് നമ്മളൊരു ഫൈനൽ ഔട്ട്പുട്ടിൻ്റെ കാണുമ്പം നമുക്കൊരു ബ്ലർ ഇമേജ് പോലെയൊക്കെ നമുക്ക് തോന്നും. പിന്നെ ഇത് വരയ്ക്കാൻ വലിയ ആർട്ടിസ്റ്റ് ആവണം അല്ലെങ്കിൽ വരയ്ക്കാൻ ഭയങ്കര കഴിവുണ്ടാവണമെന്നൊന്നുമില്ല. വളരെ ഒട്ടും വരയ്ക്കാൻ അറിയാത്ത ആൾക്കാർക്കും ഇത് വരയ്ക്കാൻ പറ്റും. കാരണം ഞാൻ താഴെ ഉള്ള ഒരു ബേസിക് ഇതെന്ന് പറയുന്നത് സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്ക്വയറൊക്കെ വരയ്ക്കാൻ അറിയണം, അതേ ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യം അത് ചെയ്യുന്നത് കുറച്ചധികം സ്ക്വയേഴ്സ് വരയ്ക്കുന്നുണ്ട്. നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പേപ്പറിൽ കുറച്ച് സ്ക്വയേഴ്സ് വരയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വരയ്ക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന പേന എന്ന് പറയുന്നത് ബ്ലാക്ക് ജെൽ പേനയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ സ്ക്വയേഴ്സ് വരച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള കോളംസിൽ നമ്മൾ കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാനിവിടെ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പെന്നെന്ന് പറയുന്നത് ഡോംസിൻ്റെ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡോംസിൻ്റെ ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള കോളങ്ങളിൽ കളർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ബ്രഷ് പെന്നൊന്നും ഇല്ലെങ്കിൽ കറുത്തൊരു കളർ അതെന്തെങ്കിലും കൊടുത്താൽ മതി. ബ്രഷ് പെൻ തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള സ്കെച്ചോ കളറിങ് നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്ത് സാധനമാണെങ്കിലും അത് വെച്ച് നമ്മൾ ഷെയ്ഡ് ചെയ്ത് പോവുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇടവിട്ട് ആണ് കളറിങ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഈ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, കളർ ചെയ്യാത്ത വൈറ്റ് കോളംസ്, അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ റെഡ് പേന കൊണ്ടിട്ട് അതിനകത്ത് എന്ത് ചെയ്യുന്നു, ലൈൻസ് വരയ്ക്കുന്നു. അതായത് ഒരു സൈഡിൽ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ റെഡ് പേന അല്ലെങ്കിൽ റെഡ് കളർ ഇങ്ക് കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പം ഞാൻ ഇവിടെ അതൊക്കെ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കണക്റ്റർ പെൻസ് ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം റെഡ് വെച്ചിട്ട് എല്ലാ വെള്ളയുടെ ഓരോ കോളംസിലും ഒരു സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് കൊടുക്കുന്നു. അതിനുശേഷം അടുത്തത് ഈ റെഡ് കളറിനോട് ചേർന്ന് തന്നെ യെല്ലോ കളറും കൂടെ നമ്മൾ വരയ്ക്കുന്നുണ്ട്. യെല്ലോ കളറും അതുപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, നമ്മൾ റെഡ് എങ്ങനെയാണോ വരച്ച് അതിനോട് ചേർന്ന് റെഡ് വരച്ചതുപോലെ തന്നെ യെല്ലോയും വെച്ചിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ലൈൻ വരയ്ക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ബ്ലൂ ഇങ്ക് വെച്ചിട്ടാണ്. ബ്ലൂ ഇങ്ക് നമ്മളിപ്പം വരച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് വെള്ളയ്ക്കകത്ത് തന്നെ ആ വരച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുഞ്ഞ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ റെഡും യെല്ലോയും വരച്ചതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ബ്ലൂ കളർ കൊണ്ട് ലൈൻ വരയ്ക്കുന്നു. ഇത് വരച്ച് കഴിയുമ്പോൾ നമുക്കൊരു ബ്ലർ ഇമേജ്, ഒരു ഇല്യൂഷൻ പോലെ നമുക്ക് തോന്നും. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡൂഡിൽ ആർട്ടാണ് കേട്ടോ. ഡൂഡിൽ ആർട്ട് ആണെങ്കിൽ ഇതൊരു ഫ്ലോറൽ പാറ്റേൺ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഡൂഡിലാണ് കുറേ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കുറേ ലൈൻസൊക്കെ വരച്ചിട്ടാണ് ഈ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ചൊന്നും ഇല്ല. ആദ്യം നമ്മൾ എങ്ങോട്ടെങ്കിലും, അതായത് നമ്മൾ വരയ്ക്കുന്ന പേപ്പറിൽ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് എങ്ങോട്ടെങ്കിലും ഒരു ലൈൻ അങ്ങ് വരയ്ക്കുക. എന്നിട്ട് ആ ലൈനിൽ തന്നെ 2 പോയിന്റിൽ ഇങ്ങനെ ഒരു റൗണ്ട് പോലെ വരച്ച് അതിനുള്ളിൽ തന്നെ കുറേ ലൈൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരച്ച് പോവുക. അങ്ങനെ വരച്ച് ആദ്യം ആ ലൈൻ കംപ്ലീറ്റ് ചെയ്യുക. പിന്നീട് നമ്മൾ ഈ വരച്ച ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് വീണ്ടും ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ലൈൻസ് വരയ്ക്കുക. വീണ്ടും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് പോകുക. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇമേജ് കിട്ടും. ഇതിനകത്ത് എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇത് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങളിത് എങ്ങനെയാണോ വരയ്ക്കുന്നത് അത് നോക്കി വരയ്ക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. കാരണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയില്ല, ഇതെങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. ഈ ഒരു മോഡൽ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ ഇത് ഭയങ്കര റിലാക്സിങ് ആണ്, മൈൻഡ് റിലാക്സിങ് ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ വരയ്ക്കാവുന്ന, എളുപ്പമല്ല കേട്ടോ, കുറച്ച് ടൈം എടുക്കും, പക്ഷേ വളരെ മൈൻഡ് റിലാക്സിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അവസാനം ഇത് വരച്ച് നമുക്ക് കിട്ടുമ്പോൾ ഒരു ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു ഫ്ലോറൽ പാറ്റേൺ പോലെ തോന്നും. കാണാനും അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. അപ്പം ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ഡൂഡിൽ ആർട്ടിലോട്ട് നമുക്ക് പോകാം. നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പേപ്പറിൽ ചെറുതും വലുതുമായിട്ടുള്ള കുറച്ചധികം സർക്കിൾസ് വരയ്ക്കുക. അപ്പം ഞാനിവിടെ ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ് ഇത് വരയ്ക്കുന്നത്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. അല്ലാണ്ട് നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ സർക്കിൾസൊക്കെ വരയ്ക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ, നിങ്ങളങ്ങനെ വരച്ചോളൂ. പിന്നെ ഞാനിത് വരച്ചത് പെൻസിൽ കൊണ്ടാണ്, കാരണം ഇത് നമ്മൾ ഈ ഒരു സർക്കിൾ പിന്നെ കാണത്തില്ല, നമ്മളിതിൻ്റെ മുകളിൽ മറ്റ് സാധനങ്ങളൊക്കെ വരയ്ക്കും. അതുകൊണ്ട് നമ്മൾ പെൻസിൽ വെച്ച് വരച്ചാൽ മതി. ഇപ്പം പെൻസിൽ വെച്ചിട്ട് ഈ ഒരു സർക്കിൾസ് ഫുള്ള് വരച്ചു. ഇനി ഈ സർക്കിൾ വരച്ചതിന് ശേഷം നമ്മൾ ഈ ഓരോ സർക്കിളിൻ്റെ ഉള്ളിൽ കുഞ്ഞു സർക്കിൾസ് വരയ്ക്കണം. അപ്പോൾ അതിന് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ജെൽ പേനയാണ്. ഈ ബ്ലാക്ക് ജെൽ പേന ഉപയോഗിച്ചിട്ട് ആ ഓരോ സർക്കിളിനുള്ളിലും കുഞ്ഞു സർക്കിൾസ് ഇതുപോലെ ഞാൻ പടം നോക്കിയാൽ മതി, വീഡിയോ കാണുന്നത് പോലെ കുഞ്ഞു സർക്കിൾസ് വരയ്ക്കുന്നു. ഇനി അടുത്തത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് ചെയ്തില്ലായിരുന്നു, അതായത് നമ്മളൊരു ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ ഒരു ഡൂഡിൽ ആർട്ട് ഉണ്ടല്ലോ,
അതിനകത്ത് നമ്മൾ ഒരു ഫ്ലോറൽ പാറ്റേൺ ചെയ്യുമ്പോൾ അതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ലൈൻസ് വരച്ച് പോകുന്നില്ലേ, അതുപോലെ ഈ സർക്കിളിൽ നിന്ന് അതിൻ്റെ സൈഡിലോട്ടൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിനെ ഇങ്ങനെ യോജിപ്പിച്ചൊരു ലീഫും പോലെ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സർക്കിൾസ് അല്ല ലൈൻസ് വരയ്ക്കുക. നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. സർക്കിളിന് പുറത്താണ്. ഇതിപ്പോൾ നമുക്ക് ഇന്ന ദിശയെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും നിങ്ങളുടെ യുക്തി അനുസരിച്ച് അങ്ങനെ എന്ത് ചെയ്യുക, ഇത് ഫുള്ള് വരയ്ക്കുക. അങ്ങനെ വരച്ച് വരുമ്പോൾ എന്താ ഇതുപോലെ കിട്ടും. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കളർ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആ സർക്കിളിനകത്തുള്ള സംഭവങ്ങൾക്കെല്ലാം കൂടെ ഓരോ ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ പുറത്തുള്ള ലീഫ് പോലെ കാണപ്പെടുന്നതിന് ഞാൻ ഗ്രീനും ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും ഡാർക്ക് ഗ്രീൻ ഷെയ്ഡും കൂടെ കൊടുക്കുന്നുണ്ട്. ഇത് വരച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വരച്ച കുഞ്ഞ് സർക്കിൾസ് കളർ കൊടുത്താലോ എന്നൊരു ഐഡിയ തോന്നിയത്. അങ്ങനെ ഞാൻ പിന്നെ അതിനകത്ത് യെല്ലോ, റെഡ്, പിങ്ക് ഈ കളറുകൾ ഒന്ന് അങ്ങിങ്ങായിട്ടൊക്കെ കൊടുത്തു. അപ്പോൾ അതും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എനിക്കിഷ്ടമായി. എനിക്ക് ആദ്യം കളർ അടിക്കാതെ ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ നടുക്ക് മാത്രം കളർ അടിച്ചപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും ഫൈനൽ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.